നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം 2025 നവംബർ മാസം 25 മുതൽ ഡിസംബർ 1 വരെയുള്ള ഒരു വാരക്കാലമാകുന്നു. അതായത് 1201 വൃശ്ചിക മാസം 9 മുതൽ 15 വരെയുള്ള ഒരു ആഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നിങ്ങൾ ഗ്രഹസ്ഥിതി ആദ്യം മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലില്ല, മിഥുനൻ രാശിയിലില്ല, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ബുധൻ വക്രിയായി വന്ന് ശുക്രനോടുകൂടി യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നുണ്ട്. വൃശ്ചികത്തിൽ 8ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ നാം ഇനി ചർച്ച ചെയ്യുന്നു ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. മകംപുരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ കേതുവാകുന്നു ഗ്രഹം. 3ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 4ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും, 6ാം ഭാവത്തിൽ ചന്ദ്രൻ, 7ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, അപ്രകാരം 12ാം ഭാവത്തിൽ വ്യാഴവും. സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് ഒരു അസ്വസ്ഥത തോന്നുന്ന ഒരു വാരമാണ്. കാരണം ഇവിടെ വ്യാഴം 12 നിൽക്കുന്നു, വളരെ ദുർബലമായി. അവരുടെ സന്താനമാണ്, ബുദ്ധിയാണ്, അവരുടെ കമാൻഡിങ് പവർ മന്ത്രസ്ഥാനമാണ്. ഈ ഗ്രഹമാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. സന്താന ശ്രേയസ് വളരെ കുറയും. മക്കളുടെ വിഷയത്തിൽ വളരെ ഉത്കണ്ഠ വരും. മക്കൾ പലപ്പോഴും തന്നെ അനുസരിച്ചെന്ന് വരില്ല. അപ്രകാരം തന്നെ തൻ്റെ പഠനം, കുട്ടികളുടെ പഠന വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. താൻ പലപ്പോഴും പരീക്ഷയിൽ അജിതനാകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. മാനസികമായ അസ്വസ്ഥത വളരെയധികം ഉണ്ടാക്കും. ഉറക്കം വളരെയധികം കുറയും. അകാരണമായ ഭയം, അൺനെസസറിലി ഫിയർ, ഭയന്നു പോവുക, ആ ഒരു സമയമാണ്. അപ്രകാരത്തിന് ദാമ്പത്യത്തിലും ക്ലേശങ്ങളാണ്. ലഗ്നത്തിൽ കേതുവാണ് ചിങ്ങൻ രാശിക്കാർ. തനുസ്തശിഖി ബാന്ധവേ ക്ലേശകർത്ത, ബന്ധുക്കളെ കൊണ്ട് തനിക്ക് ക്ലേശമുണ്ടാകും. തഥാ ദുർജനഭ്യോ ഭയം വ്യാകുലത്വം, തനിക്ക് ദുർജനങ്ങളുമായി കൂട്ടിച്ചേരേണ്ട അവസ്ഥ വരും. കളത്രാദി ചിന്താ സദോദ്വേഗതായ, ഭാര്യയെ ചിന്തിക്കേണ്ടി വരും. പലപ്പോഴും ദാമ്പത്യത്തിൽ അങ്ങേയറ്റം ദുരിത പർവ്വങ്ങൾ അനുഭവിക്കേണ്ട സമയമാണ്. 7 രാഹു, 7ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിലും. സദോദ്വേഗതാജ, ശരീര വ്യഥാനേകത മരുദിശ, ശരീരത്തിൽ അങ്ങേറ്റം ഉദ്വേഗങ്ങൾ ഉണ്ടാവും. എപ്പോഴും ഉദ്വേഗങ്ങൾ ഉണ്ടാവുക. ശരീരത്തിൽ രോഗങ്ങളുടെ അരിഷ്ടതകളും വരിക. അതിനാൽ ദാമ്പത്യ സ്വസ്ഥത, തനിക്ക് വ്യക്തിപരമായി ശാരീരികമായ ക്ലേശങ്ങൾ, ധാരാളം ബുദ്ധിമുട്ടുകൾ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് കാണപ്പെടും. ശത്രുവായിരിക്കും അങ്ങേയറ്റം ഉണ്ടാവുക. കാരണം 6ൽ ചന്ദ്രനാണ്. രിഭോജായതേ വിഗ്രഹണ വിരാജ ജിതാസ്തേഹി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുക്കളെ ജയിക്കും, വീണ്ടും ശത്രുക്കൾ വരും തന്നിച്ചേരി. അതിനാൽ ശത്രുജനമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ വ്യാപാര വിഷയത്തിൽ ചില നന്മകൾ വരും. വ്യാപാര സ്ഥാനത്ത് ബുധൻ വന്നിരിക്കുന്നു. ആ ബുധൻ വ്യാപാര വിഷയത്തിലേക്ക് തനിക്ക് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബുധനാണെന്ന് അറിയുക. പണിമിത്തത പണ്ഡികൃത് വൃത്തിശീലോ വശത്വം ധ്യാ ദുർവചാനമുപേത്. ചില മധ്യസ്ഥങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ശത്രുവിനെ ആരാണോ പുറം തിരിഞ്ഞ് നിൽക്കുന്നത് അവരെയൊക്കെ തൻ്റെ വശത്തേക്ക് ആക്കുവാൻ ഈ 3ാം ഭാവത്തിലെ ബുധൻ സഹായിക്കും. വലിയ ചില വ്യക്തിബന്ധങ്ങൾ തനിക്ക് ഉണ്ടാകും. അതിലൂടെ തനിക്ക് പുരോഗതിയിലേക്ക് വരാം. ഈ ഒരു വാരം ഇങ്ങനെ പോകട്ടെ. അടുത്ത വാരമാകുമ്പോഴേക്കും വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ചിങ്ങൻ രാശിയിലേക്കെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും ദാമ്പത്യ ശ്രേയസ്സിനായി ദാമ്പത്യ മുട്ട് അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിപ്പോകാതിരിക്കട്ടെ. അപ്രകാരം തന്നെ ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ടി ചെയ്യണം. അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനാൽ മാതാവിന് മകനുമായി പാർഷ്യൽ സെപ്പറേഷൻ വരുന്ന വാരമാണ്. അതിനാൽ ശ്രദ്ധിക്കുക. അമ്മയുടെ ആരോഗ്യ വിഷയം നന്നായി ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.